ഹലോ അമ്മാരി. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫാമിലി വ്ലോഗ് ആട്ടോ. എൻ്റെ മാമന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അവിടേക്കുള്ള ചെറിയൊരു തക്കാരം പോലെ നമ്മൾ എല്ലാവരും കൂടി പോവാണ്. പോകുമ്പോൾ അങ്ങനെ കയ്യും വീശി പോണത് മോശമല്ല. അപ്പോൾ ഹിനിയും മോളും കൂടി അവിടുന്ന് ചട്ടിപ്പത്തിരിയും ഒരു പ്ലം കേക്കും പോലത്തെ സാധനം വാങ്ങി. ഉമ്മച്ചി ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ട്. ഞാൻ അവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ സാധനമൊക്കെ വാങ്ങി നമ്മൾ നേരെ ബാബിൻ്റെ അടുക്ക് പോയിട്ട്, ബാബി എന്ന് പറഞ്ഞാൽ മാമൻ്റെ വൈഫിനെ ബാബി എന്നാട്ടോ വിളിക്കൽ. എൻ്റെ ക്യാമറ ഓൺ ആയപ്പോൾ തന്നെ എല്ലാവരും നേരെ ഓടി. ഇനി ബാബിൻ്റെ മക്കളെ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ ആളാണ് സെയിന്, രണ്ടാമത്തെ ആൾ ജയ്യാന്, മൂന്നാമത്തെ ആൾ മർസു. ആ കിടക്കുന്നതാട്ടോ ബാബു. നല്ല ക്ഷീണത്തിലാണ്, ഇന്നലെ രാത്രി വന്നിട്ടുള്ളൂ. അപ്പം നല്ല കിടത്താ. ആരെന്നതാ ബസന്തിയോ? പോയി കുറച്ച് കഴിയുമ്പോൾ കോഴി പൊരിക്കുന്ന പരിപാടിയിലാട്ടോ. ഞാൻ പിന്നെ വേഗം ആ സ്ഥാനം ഏറ്റെടുത്ത്. എനിക്ക് കോഴി പൊരിക്കാൻ പണ്ടേ ഇഷ്ടമാണ്. അതാകുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ നുള്ളി തിന്നാലോ. നമുക്ക് ഇവിടെ ഇരുന്ന് തിന്നാം, അതാകുമ്പോൾ ആരും കാണാം. ഇവിടെ വെക്കാൻ സൗകര്യമില്ലാത്തതിനെ കൊണ്ട് ഉമ്മമ്മൻ്റെ വീട്ടിൽ നിന്നാട്ടോ, അതായത് തറവാട്ടിൽ നിന്നാണ് ബിരിയാണിയൊക്കെ വെച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ വെച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കാണ്. പപ്പ വന്നിട്ട് പപ്പ ഞാൻ ഇവിടെ സെമിയെന്ന് പപ്പ എന്തായാലും പറയും. പിന്നെ അടുത്ത ഗസ്റ്റ് വന്നിട്ടോ എൻ്റെ നാത്തൂന്, കാക്കൻ്റെ പെണ്ണുങ്ങളാണ്. ലുബു എന്നാ പേര്. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. യൂട്യൂബ് ചാനലിലെ കിടക്കാൻ പോവാ. മാമാമ വേണ്ട, ബിരിയാ മാമ വേണ്ട. അപ്പൊ ഞാൻ തിന്നുട്ടോ. എന്താണ് വെള്ളം കുടിക്കേണ്ട? മതി. എത്രാമത്തെ വെള്ളം കുടിക്കണേ? ഇപ്പൊ ബിരിയാ മാമ എത്തൂ. ബാബിൻ്റെ അവിടെ ഭയങ്കര ചൂടാട്ടോ. നമ്മളൊക്കെ ഇപ്പം തന്നെ പോവാന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഓടാനുള്ള തിരക്കിലെല്ലാവരും. എന്താ ബാബി എടുക്കണേ? ആര് ചോറത്തി പറഞ്ഞിട്ട് അങ്ങനെ ടൈം 1 മണി കഴിഞ്ഞ് 2 മണി 2:30 ആയപ്പോഴത്തേക്കും മക്കൾക്ക് വിശക്കിനെക്കാട്ടും മുന്നേ വലിയൊരുക്കാട്ടോ വിശന്നത്. അഭി നോക്കിയിരിക്കുന്ന ബിരിയാണി ഇപ്പളാ ബാബി, ബിരിയാണി ഇപ്പളാ റബ്ബേ എത്തുക. കാത്തുനിന്ന് അവസാനം ബിരിയാണി എത്തി. ഉമ്മമ്മൻ്റെ വീട്ടിൽ നിന്നല്ലേ കൊണ്ടുപോകുന്നത്. ഉമ്മമ്മ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇതാണ് ഔസത്തുമ്മ. ഉമ്മനെ ഞാൻ അങ്ങനെ വിളിക്കല്. ബിരിയാണി എടുക്കാൻ ഇന പോകുന്നുണ്ട്.
ഉമ്മമാൻ്റെ കൂടെ തന്നെ കേട്ടോ മാമി മക്കളും വന്ന്. മാമി എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ മാമൻ്റെ ഭാര്യ. അതായത് 3 മക്കൾ, ലാമി, ദിലു, പൊന്നു. പിന്നെ ഓവർ ആർഭാടാക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. വേഗം ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണേ എന്നെ ഓർമ്മ വന്നത്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ചോറയ്ക്കൽ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയല്ല. അപ്പോൾ പിന്നെ പപ്പായും വത്തയ്ക്കും അങ്ങോട്ട് കട്ട് ചെയ്തു. അങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ബാബി എന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് പോവാന്ന്. ഞാൻ പിന്നെ വേഗം ചായ കാച്ചാൻ നിന്നു. ബാബി ബാബി ചട്ടിപ്പത്തിരി എവിടെ വെച്ച്? ചട്ടിപ്പത്തിരിയുടെ ചട്ടിപ്പത്തിരി അങ്ങനെ ചായക്ക് പ്ലം കേക്കും ചട്ടിപ്പത്തിരിയൊക്കെ മുറിച്ച് കൊണ്ടുവച്ച് ചായ നല്ല റാഹത്തിൽ കുടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അടുത്ത ചൂടുകൊണ്ട് ഒരു തുള്ളി പോലും മര്യാദയ്ക്ക് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാബിനെ ചായ കുടിച്ചിട്ടൊക്കെ പോവാന്ന് അമ്മച്ചി പറഞ്ഞത്. പക്ഷെ അമ്മച്ചിൻ്റെ വർത്താനം കണ്ടിട്ട് ഇപ്പോഴൊന്നും ഇറങ്ങണ മട്ടില്ല. അവിടെ ആണെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ പിന്നെ ബാബിൻ്റെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ബായ്.